ഇനി പരാസ് ഡിഫൻസിനെ പറ്റിയാണ് അറിയേണ്ടത്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 0.76% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തി. എന്നിരുന്നാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ ഒരു 3 മാസങ്ങളിലായിട്ട് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു മാസം ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും കൂടി ഈ ഒരു സ്റ്റോക്ക് ചേരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലുള്ള ഒരു ഇടിവ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വീക്കിലിയൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു എടുത്തിരുന്നത്. പരാസ് ഡിഫൻസിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു വ്യൂ? പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ അതൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടോ സ്റ്റോക്കിന്? പരാസ് ഡിഫൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ എത്തിക്കുന്നു. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 1535 ആയിരിക്കാം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറും. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുമെങ്കിൽ 1688 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1825 1900 ഇത് രണ്ടും ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്.